നമഃശിവായ. ഭദ്രാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ മഹാഭദ്രകാളി സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 13 ഭാഗങ്ങളിൽ വരുന്ന ദേവിയുടെ നാമങ്ങളെയാണ് നാം ഇതുവരെ വിവരിച്ചു പറഞ്ഞത്. ഇന്ന് നാം പറയുന്നത് 14, 15, 16 എന്ന ഭാഗങ്ങളിൽ വരുന്ന നാമങ്ങളെയാണ്. കോടരാക്ഷി, കുലശ്രേഷ്ഠ, മഹതി, ബഹുഭാഷിണി. ദേവിയുടെ കണ്ണുകളിൽ നിന്നും ആർക്കും ഒഴിഞ്ഞുമാറാനാവില്ല. ദേവിയുടെ കണ്ണുകളാകുന്ന ദുർഗത്തെ മറച്ചുകൊണ്ട് ആർക്കും ഒരു കർമ്മവും ചെയ്യുവാനാകാത്ത കൊണ്ട് കോടരാക്ഷി എന്നും ദേവിയെ വിളിക്കുന്നു. കുലത്തിൽ ശ്രേഷ്ഠമായ പദവിയെ അലങ്കരിക്കുന്ന മഹത്തത്വമായ ബുദ്ധിയായിരിക്കുന്ന മഹതി വിവിധ രൂപഭാവങ്ങളിൽ ബഹുഭാഷിണിയായി വർത്തിക്കുന്നു. സുമതി, കുമതി, ചണ്ഡ, ചണ്ഡമുണ്ഡാദി വേഗിനി. സദ്ബുദ്ധിയോടു കൂടിയിരിക്കുന്നതാകൊണ്ട് സുമതി എന്നും, ദുഷ്ട അസുരന്മാരിൽ ഉഗ്രഭാവത്തിൽ തീക്ഷ്ണമായ വക്രബുദ്ധിയോടു കൂടിയിരിക്കുന്നവൾക്ക് കുമതി എന്നും നാമം. ശുംഭൻ, നിശുംഭൻ എന്നീ അസുരന്മാരുടെ കാവൽക്കാരായ ചണ്ഡമുണ്ഡന്മാരെ അഥവാ അതിര് കടന്ന ആസക്തിയെയും അഹങ്കാരം മൂലമുള്ള നിഷേധാത്മക ഭാവത്തെയും ക്ഷണത്തിൽ ഇല്ലാതാക്കുന്നവളുമാണ് ദേവി. പ്രചണ്ഡ, ചണ്ഡിക, ചണ്ഡി, ചർച്ചിക, ചണ്ഡവേഗിനി. പ്രചണ്ഡ എന്നാൽ അതിതീക്ഷ്ണമായ ഭാവത്തോടുകൂടി അഥവാ കോപാവേശത്തോടുകൂടി ചണ്ഡൻ എന്ന അസുരനെ വധിച്ചവളാകയാൽ ചണ്ഡിക എന്നും നാമം. ദുർഗയായ ചണ്ഡി ആവേശത്തോടുകൂടി വേഗത്തിൽ ഗമിക്കുന്നവളാകയാൽ ചണ്ഡവേഗിനി എന്നും വിളിക്കുന്നു. സുകേശി, മുക്തകേശി, ദീർഘകേശി, മഹത്കജ. വളരെ മനോഹരമായ മുടിയുള്ളതിനാൽ സുകേശി എന്നും, അഴിച്ചിട്ടിരിക്കുന്ന മുടിയോടുകൂടി ഇരിക്കുന്നതിനാൽ മുക്തകേശി എന്നും, വളരെ നീളമുള്ള കേശമായതിനാൽ ദീർഘകേശി എന്നും, ചണ്ഡവേഗിനിയാകുമ്പോൾ പാറിപ്പറന്ന നിബിഡമായ മുടിയഴകളാൽ നിറഞ്ഞതിനാൽ മഹത്കജ എന്നും വിശേഷണം. പ്രേതദേഹ, കർണപൂര, പ്രേതപാണി സുമേഖല. ശവശരീരങ്ങളെ കാതിൽ കുണ്ടലങ്ങളായി അണിഞ്ഞിരിക്കുന്ന ദേവി അവയുടെ കൈകൾ അരക്കെട്ടിൽ മേഖലയായി ധരിച്ചിരിക്കുന്നു. ഇവിടെ സൂക്ഷ്മമായ അർത്ഥം കൂടി എടുക്കേണ്ടതുണ്ട്. സാക്ഷാത്കാരത്തിന് പരയുമായി ഐക്യം കിട്ടുന്നതിന് ഉപനിഷത്തുകൾ പറഞ്ഞിരിക്കുന്നത് ശ്രവണ മനന നിധ്യാസനങ്ങൾ വേണമെന്നാണ്. ശ്രവണമെന്നാൽ കേൾക്കുക, കേട്ടതിനെ മനനം ചെയ്യുക, ധ്യാനിക്കുക, ഐക്യം നേടുക. അപ്പോൾ ഇതിൽ പ്രധാനം ശ്രവണത്തിനാണ് എന്ന് സാരം. എല്ലാം അറിഞ്ഞു കഴിഞ്ഞതിൻ്റെ പ്രതീകമായാണ് ദേവി കർണത്തിൽ പ്രേതദേഹത്തെ അണിയുന്നത്. അതുപോലെ തന്നെ പ്രേതപാണി അഥവാ പ്രേതത്തിൻ്റെ കൈകൾ എന്നത് എല്ലാവിധ പ്രവൃത്തികളുടെയും നിവർത്തിയെ സൂചിപ്പിക്കുന്നതാണ്. അതായത് സാക്ഷാത്കാരം നേടിയവനെ സംബന്ധിച്ച് പ്രവൃത്തി അഥവാ കർമ്മമില്ല എന്ന് സാരം. പ്രേതസന, പ്രിയപ്രേത, പ്രേതഭൂമികൃതാലയ. ശവശരീരത്തിൻ്റെ പുറത്തിരിക്കുന്ന ദേവി ജീവന് പരയുമായുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നു. പ്രേതങ്ങൾക്ക് പ്രിയയായി അഥവാ സൂക്ഷ്മ ശരീരത്തിനോട് പ്രിയമായിരിക്കുന്നവൾ. പ്രേതഭൂമിക തീർത്ത് അതിലെ ആലയത്തിൽ വസിക്കുന്നവളാണ്. താന്ത്രിക മതത്തിൽ കുറച്ചുകൂടി കടന്ന ഉപാസനാ പദ്ധതികളിൽ സാധകൻ അഥവാ ദേവീപൂജ ചെയ്യുന്ന വ്യക്തി പ്രേതമെന്നാണ് സങ്കല്പം. അതായത് ശരീരമില്ലാത്ത അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ദേവിയുമായി ഐക്യപ്പെടുന്ന രീതിയാണിത്. വളരെ ഗുപ്തമായ അത്തരം താന്ത്രികാചാരങ്ങൾ കാളീപൂജയിൽ ഉടനീളം കാണുവാൻ കഴിയും.
അതെല്ലാം തന്നെ അതിൻ്റേതായ സൂക്ഷ്മ അർത്ഥത്തിൽ പരിചിന്തനം ചെയ്യാതെ വാഗ്വാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തത്വം ഗ്രാഹ്യമാകണം എന്നില്ല. എന്നാൽ തന്നെയും ചിലതിനെല്ലാം പ്രത്യക്ഷാർത്ഥം തന്നെ കൽപ്പിച്ചു കൊടുക്കാറുണ്ട്. അതെല്ലാവർക്കും വേണ്ടതുമല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ പാർവതീപദേ. നന്ദികേശ്വര പ്രണാമം. ഭഗവാൻ ശൂലപാണി.